പെട്ടെന്നൊരു മക്രോണി ഇറക്കിയാലോ. നല്ല തിളക്കുന്ന വെള്ളത്തിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് മക്രോണി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ വെന്ത് കിട്ടിയാൽ ഊറ്റിയെടുക്കാം. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഊറ്റി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് ഒരു സവാള, ചെറിയ അളവിൽ ഒരു കപ്പിന് ആണ് മക്രോണി ഉണ്ടാക്കുന്നത്. ഒരു സവാള നല്ലപോലെ വഴറ്റി കൊടുക്കുക. സവാള വഴണ്ടി വരുമ്പോൾ തക്കാളിയും ഇഞ്ചി പച്ചമുളക് പേസ്റ്റും കൂടി ഇട്ടിട്ട് നല്ലപോലെ പച്ചമണം മാറുന്നതൊക്കെ വഴറ്റി കൊടുക്കുക. തക്കാളി നല്ലപോലെ ഉടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല, മുട്ടൻ്റെ മസാല ഉണ്ടെങ്കിൽ മുട്ട മസാല തന്നെ ചേർത്ത് കൊടുക്കുക. ഗരം മസാല എന്നിവ ചേർത്തിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഇതും നല്ലപോലെ ചിക്കി കൊടുക്കുക. മുട്ട ഒന്ന് വെന്ത് കിട്ടുമ്പോൾ ചിക്കി കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് കൊടുത്ത മക്രോണിയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ മക്രോണി ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റുള്ള, കുറഞ്ഞ അളവിലായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. കൂടാതെ കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ടുള്ള മക്രോണി ഇവിടെ റെഡിയാണ്. പോയിട്ട് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ.